നമുക്ക് ഈ വീഡിയോയിൽ OSI റെഫറൻസ് മോഡലും TCP/IP റെഫറൻസ് മോഡലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. OSI റെഫറൻസ് മോഡലും TCP റെഫറൻസ് മോഡലിലും ഒരു ലെയർഡ് അപ്രോച്ചാണ്. ഈ OSI റെഫറൻസ് മോഡലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസാണ്, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ വേറെ കമ്പ്യൂട്ടറിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അത് ചെയ്യാൻ വേണ്ടിയാണ് ഈ OSI റെഫറൻസ് മോഡലിൽ പിടിച്ചു വെച്ചേക്കുന്നത്. ഇതിൻ്റെ റിക്വയർമെൻറ്റ്, ഇത് കണ്ടുപിടിക്കേണ്ടതിൻ്റെ റീസൺ എന്തുവായിരുന്നു? അതിന് നമുക്ക് കുറച്ച് ഹിസ്റ്ററി അറിയണം. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1960s 70s രണ്ട് കമ്പനീസ് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ് എല്ലാം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. IBM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ ഉണ്ടായിരുന്നു. പിന്നെ നെറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. ഡെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇക്വിപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഇപ്പം ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരുന്നു. IBMൻ്റെ പ്രൊഡക്റ്റ്, അതായത് കമ്പ്യൂട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ്, ഇതെല്ലാം IBMൻ്റെ മെഷീൻസ് കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുള്ളായിരുന്നു. ഡെക്കിൻ്റെ മെഷീൻസ് ഡെക്കിൻ്റെ പ്രൊഡക്റ്റ് വെച്ച് തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുള്ളായിരുന്നു. ഇത് രണ്ടെണ്ണവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തില്ലായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ മാറ്റാൻ വേണ്ടി ഈ ISO എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന് OSI റെഫറൻസ് മോഡൽ കൊണ്ടുവന്ന്. OSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്റ്റ്. ഇത് കൂടാതെ വേറെ ഒരു മോഡലൂടെ ഉണ്ട്, TCP/IP മോഡൽ. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്. ഈ രണ്ട് മോഡൽ ലെയർഡ് അപ്രോച്ചാണ്. ലെയർഡ് അപ്രോച്ച് താണ്ട് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെയർഡ് അപ്രോച്ച്. ഈ രണ്ട് മോഡലും ഓൾമോസ്റ്റ് സെയിമാണ്. ഇതിൽ വളരെ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചർ തന്നെ രണ്ടിനും. ലെയർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡീറ്റെയിലിൽ പറയാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് നമ്മുടെ ഓഫീസേഴ്സിൽ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്പെസിഫിക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. HR ആണെങ്കിൽ HRൻ്റെ കാര്യം ചെയ്യും, പേറോൾ ആണെങ്കിൽ പേറോൾ ഉണ്ടാക്കും, IT ആണെങ്കിൽ ITയുടെ കാര്യങ്ങളെല്ലാം നോക്കും. അതുപോലെ തന്നെ ഒരു ലെയറായിട്ട് ഈ റെഫറൻസ് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ OSI റെഫറൻസ് മോഡലിൽ ഒരു കമ്പ്യൂട്ടർ തൊട്ട് വേറെ കമ്പ്യൂട്ടറിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി 7 മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 7 ലെയേഴ്സിന് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ റോൾസ്, ഓരോരോ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വേർത്തെ കണക്ക് തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് OSI റെഫറൻസ് മോഡൽ, ഇത് TCP റെഫറൻസ് മോഡൽ. OSI റെഫറൻസ് മോഡലിൽ 7 ലെയറാണ് ഉള്ളത്. TCP റെഫറൻസ് മോഡലിൽ 4 ലെയറാണ് ഉള്ളത്. OSI റെഫറൻസ് മോഡലിൽ നമുക്ക് ഇനി നോക്കാം. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 7ാമത്തെ ലെയർ. ആപ്ലിക്കേഷൻ കഴിഞ്ഞ് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് സെഷൻ കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞ് നെറ്റ്വർക്ക് കഴിഞ്ഞ് ഡേറ്റ ലിങ്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഫിസിക്കൽ ലെയർ. ഇതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താം. മറന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർമ്മപ്പെടുത്താം. ഓൾ പീപ്പിൾ സീംസ് ടു നീഡ് ഡേറ്റ പ്രോസസ്സിങ്. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ, പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ, സീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ, ടു എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട്, നീഡ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക്, ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ലിങ്ക്, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ. ഈ സെയിം അപ്രോച്ച് തന്നെ TCP/IP മോഡലിൽ. TCP/IPയിൽ 4 ലെയറാണ് ഉള്ളത്. ആപ്ലിക്കേഷന് ഈ 3 ലെയറോടെ കമ്പൈൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലെയർ. ബാക്കി ട്രാൻസ്പോർട്ട് തന്നെയാണ് പറയുന്നത്, നെറ്റ്വർക്കിന് ഇൻ്റർനെറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ലാസ്റ്റ് 2 ലെയേഴ്സ് ഡേറ്റ ലിങ്കും ഫിസിക്കൽ ലെയറും കമ്പൈൻ ചെയ്തിട്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. TCP/IPനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി A10. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ്, N എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ഇങ്ങനെയാണ് OSI റെഫറൻസ് മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. TCP/IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോള് /IP പ്രോട്ടോക്കോള് ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.